ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? പിന്നെ ഇന്ന് നിങ്ങളോട് ഫസ്റ്റ് തന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഇതെൻ്റെ കസിൻ്റെ ഇൻസ്റ്റഗ്രാം പേജാണ്. ഇതിൽ കുറേയേറെ നല്ല മോഡൽ ഡ്രസ്സുകളും പിന്നെ സെൽവാർസൊക്കെ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ക്രാഫ്റ്റ് ആയിട്ടാണ്. നമ്മുടെ കവുങ്ങിൻ പാളയില്ലേ, അത് യൂസ് ചെയ്തിട്ട് നല്ലൊരു വാൾ ഡെക്കർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോവാം. ആദ്യം തന്നെ കാർഡ്ബോർഡ് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് വെക്കണം. നമ്മൾ ഫ്രെയിമൊക്കെ ഉണ്ടാക്കൂലേ, അതിന് പാകത്തിൽ കട്ട് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 3 ഫ്രെയിമിന് കണക്കാക്കി എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ 2 ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇങ്ങനെ ഓരോ പീസ് എടുത്തിട്ട് അതുമേൽ മാസ്കിൻ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ മാസ്കിൻ ടാപ്പ് ഉണ്ടെങ്കിൽ ഒട്ടിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ കാർഡ്ബോർഡ് നല്ല നീറ്റായിട്ടുള്ളതാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ കാർഡ്ബോർഡ് കട്ട് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാൻ കട്ട് ചെയ്തതിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴാണ് നമുക്ക് ഫ്രെയിം ഒരു നല്ല ഭംഗിയിൽ കിട്ടുന്നത്. അപ്പോൾ മാസ്കിൻ ടാപ്പ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ മാസ്കിൻ ടാപ്പ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പെയിൻറ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ഫ്രെയിമിന് ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻ്റാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം കേട്ടോ. ഒരു ഡാർക്ക് കളറൊക്കെ യൂസ് ചെയ്യുന്നതാവും കുറച്ചുകൂടെ ബെറ്റർ. അല്ലെങ്കിൽ ഗോൾഡൻ കളറോ സിൽവർ കളറോ അങ്ങനെ ഏതെങ്കിലും കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ. എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് കൊടുക്കുന്നത്. ഇപ്പം ഞാനിതിവിടെ പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ എല്ലാം ഇതുപോലെ പെയിൻറ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാള സെറ്റാക്കി എടുക്കണം. വെള്ളത്തിൽ കുറച്ച് സമയം കുതിർത്തി വെച്ചതിന് ശേഷം മേൽഭാഗത്തെ താഴ്ഭാഗത്തെ തോല് പോക്കണം. മേൽഭാഗത്തെ തോല് നമുക്ക് ഈസി ആയിട്ട് പോക്കാം കേട്ടോ. താഴ്ഭാഗത്തത് ഒരു നൈഫ് ഉപയോഗിച്ചിട്ട് കളയാം. അപ്പോൾ അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുള്ളതാണിത്. നിങ്ങൾക്കത് അറിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു വീഡിയോയിലുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വേണ്ടവർ അതൊന്ന് കാണാം. ഇനി നമുക്ക് ഫ്ലവറിന് പെറ്റൽസൊക്കെ കട്ട് ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ മടക്കിയിട്ട് കട്ട് ചെയ്താൽ നമുക്ക് 2 ഭാഗം ഒരേപോലെ കിട്ടും. ഇപ്പം ഞാൻ എല്ലാ പെറ്റൽസും ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ലീഫ് കട്ട് ചെയ്യണം. ലീഫ് ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വരച്ചതിന് ശേഷം കട്ട് ചെയ്താൽ മതി. കണ്ടോ, ഈ ഒരു ഷേപ്പിലാണ്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കാർഡ്ബോർഡ് ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുമേലാണ് പെറ്റൽസ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ പെറ്റൽസും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ആ റൗണ്ട് ഫുള്ളാവുന്നത് വരെ പെറ്റൽസ് സ്റ്റിക്ക് ചെയ്യുക. പിന്നെ എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഫില്ല് ചെയ്യുന്ന രീതിയിൽ വീണ്ടും പെറ്റൽസ് സ്റ്റിക്ക് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് കറക്റ്റ് ഒരു ഫിനിഷിങ് വരുള്ളൂ. പിന്നെ ഓരോ പെറ്റൽസും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്തിട്ട് വേണം കേട്ടോ സ്റ്റിക്ക് ചെയ്യാനായിട്ട്. അപ്പോഴാണ് കാണാനൊരു രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏകദേശം ഈ റൗണ്ട് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് അതിൻ്റെ ഗ്യാപ്പിലൊക്കെ ഞാൻ കുറച്ചുകൂടെ പെറ്റൽസ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്ലവറിൻ്റെ ഷേപ്പും സൈസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഈ ഗ്യാപ്പിലൊക്കെ ഞാൻ കുറച്ചുകൂടെ പെറ്റൽസ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം ഇവിടെ ഫില്ലായി വന്നിട്ടുണ്ട്.
അപ്പോൾ ഇതാ ഒരു ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഫ്ലവേഴ്സിനുള്ള തണ്ട് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് പേരക്കയുടെ ചെറിയ ചെറിയ ചില്ലകളാണ് ഞാൻ ഒടിച്ചിട്ടുള്ളത്. എനിക്ക് നല്ലൊരു ഷേപ്പിലുള്ള തണ്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയാൽ ഇങ്ങനത്തെ തണ്ട് തന്നെ എടുക്കുക. ഇനി നിങ്ങൾക്ക് തണ്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ എടുത്തിട്ട് റോൾ ചെയ്ത് സ്റ്റിക്ക് ഉണ്ടാക്കിയെടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ വളച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് തണ്ട് പോലെ കിട്ടുമല്ലോ. എന്നിട്ട് അതിന് ഒന്നുകിൽ കളർ കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഗ്രീൻ ടാപ്പ് ചുറ്റുക എന്തെങ്കിലും ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ തണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനുള്ള ഫ്രെയിം ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ വെച്ചിട്ട് ഫ്രെയിം സ്റ്റിക്ക് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ ഫ്രെയിം ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 2 ചെറിയ കാർഡ്ബോർഡ് പീസും കൂടി ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അത് ഫ്ലവർ നല്ലോണം നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ മൊത്തം ഗ്യാപ്പാണല്ലോ, അവിടെ മര്യാദയ്ക്ക് നിൽക്കില്ല. അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് ഫ്ലവർ സ്റ്റിക്ക് ചെയ്യുക. പിന്നെ ഇതേമാതിരി തന്നെ ലീഫും കൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫ്ലവറിൻ്റെ തണ്ട് ബാക്കിലൂടെ ഇങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ ഫ്ലവർ ലീഫ് കൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു ഫ്ലവറും കൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം ഒന്ന് വെച്ചാൽ മതി എന്ന് കരുതി. പിന്നെ എനിക്ക് തോന്നി ഒന്നുകൂടെ ആയാലും നല്ല ഭംഗി ഉണ്ടാവുമെന്ന്. അപ്പോൾ ഒന്നുകൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു ഫ്ലവർ കൂടെ സ്റ്റിക്ക് ചെയ്തപ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിട്ടില്ലേ കാണാൻ. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് ഒരു കാർഡ്ബോർഡ് പീസോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു പാളയുടെ പീസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്യാം, കുറച്ചൊരു ഉറപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാളത്തോല കൊണ്ടുണ്ടാക്കിയ വാൾ ഡെക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ. എനിക്ക് നല്ലോണം ഇഷ്ടമായി. ഞാൻ ഈ ഒരു കളറിൽ തന്നെ അവിടെ വെച്ചു. പെയിൻറ്റ് ചെയ്യാനൊന്നും പോയില്ല. എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടമായത് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെയിൻറ്റ് ചെയ്യാം. പെയിൻറ്റ് ചെയ്താലും കാണാൻ ഭംഗിയുണ്ടാവും, പെയിൻറ്റ് ചെയ്യാതെ തന്നെ ഭംഗിയുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ കിട്ടുന്ന പാളയം കൊണ്ട് ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ വലിയൊരു പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് പാള പാള കട്ട് ചെയ്യുന്നതല്ല ക്ലീൻ ചെയ്യുന്നതൊന്നും അറിഞ്ഞൂടാന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയിൽ അതൊക്കെ ഉണ്ട്. അപ്പോൾ വേണ്ടവർ അതൊന്ന് കണ്ടേക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ കമൻസൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷമാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ് ചെയ്തേക്കണേ. ഇനി ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. അപ്പോൾ അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.